രണ്ട് മൃഗങ്ങൾക്ക് പേരിട്ടതിന്റെ പേരിൽ അസ്വസ്ഥമാവുന്ന മനുഷ്യരുള്ള നാടാണ്. മുഹമ്മദ് നിട്ട് നോക്ക്, അപ്പൊ തല വിട്ടു. അവിടെ അക്ബർ എന്ന് പേരിട്ടപ്പോ തന്നെ എന്താ മുഹമ്മദ് നിട്ട് നോക്ക്, കൈവെട്ടിയ ജോസഫ് മാഷി ഈ ചർച്ച കാണുന്നു. നോക്കൂ, ഞാനത് പറഞ്ഞു തീർക്കട്ടെ. സുജയ്ക്ക് എങ്ങനെ പറയാൻ കഴിയുന്നതാണ് ഞാൻ അത്ഭുതപ്പെടുന്നത്. മുഹമ്മദ് എന്ന പേരിട്ടാൽ ആർക്കാ ബുദ്ധിമുട്ട്? എത്ര സിനിമയിൽ മുഹമ്മദ് എന്ന കഥാപാത്രമുണ്ട്? വന്നിട്ടുണ്ടോ? മുഹമ്മദ് എന്ന പേരിട്ട് ഏത് കഥാപാത്രത്തെ? എത്രയോ മുഹമ്മദ് ഉണ്ട്. അത് കൈവിട്ടി ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? ഭയമാ ഈ നാട്ടിൽ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാ. 1977 കാഞ്ചനസീത എന്ന് പറഞ്ഞിട്ടൊരു സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ട്. ആര്? നമ്മുടെ അരവിന്ദൻ. അന്നത്തെ ദേശീയ പുരസ്കാരം കിട്ടിയിട്ടുണ്ട് സംവിധായകന്. ആ കാഞ്ചനസീതയും ആ കാഞ്ചനസീത എഴുതിയ CN ശ്രീകണ്ഠൻ നായർക്കും ഇന്ന് അങ്ങനെ ഒരു നാടകം എഴുതാൻ പറ്റുമോ? ഈ മോദിയുടെ കാര്യത്ത് രാവണനെ കുറിച്ചാണ് പറയുന്നത്. നരേന്ദ്രമോദിയുടെ തിരഞ്ഞെടുപ്പ് ഗുജറാത്തിലെ കലാപത്തെക്കുറിച്ചുള്ള ഡോക്യുമെന്ററി ബാൻ ചെയ്തു. എന്തിനാ? പുറം ലോകം അറിയാതിരിക്കാൻ. ഇന്നിപ്പോൾ ഇന്ത്യയുടെ പത്രസ്വാതന്ത്ര്യത്തിൻ്റെ ഫ്രീഡത്തിൻ്റെ ഇൻഡെക്സ് എടുത്ത് പരിശോധിച്ചാൽ 151 സ്ഥാനത്ത് നിൽക്കുക. നമ്മളെക്കാൾ മുമ്പിലുണ്ട് നേപ്പാൾ, നമ്മളെക്കാൾ മുമ്പിലുണ്ട് ബംഗ്ലാദേശ്, നമ്മളെക്കാൾ മുമ്പിലുണ്ട് ശ്രീലങ്ക. ഇതെന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ സംഘപരിവാർ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭീതിയുടെ ലോകത്ത് ജീവിക്കേണ്ടി വരുന്നതിനേക്കാൾ നല്ലത് പോരാടുക എന്നുള്ളതാണ്. ആരാണെന്ന് തനിക്കറിയാമേലെങ്കിൽ താൻ എന്നോട് ചോദിക്കുക, താൻ ആരാണെന്ന് തനിക്ക് ഞാൻ പറഞ്ഞു തരാം. താൻ ആരാണ്? ഈ TP51 TP ബന്ധപ്പെട്ട സിനിമ റിലീസ് ചെയ്യാൻ ആരാണ് റിലീസ് ചെയ്യേണ്ടത്? അതിനെന്താ ഇപ്പോൾ കേരളത്തിൽ തടസ്സം? ചെയ്യാൻ തയ്യാറാകുമോ എന്ന സുരേഷ് ഗോപിയുടെ ചോദ്യമാണ് ഞാൻ അവിടെ. അതിന്റെ ആ സിനിമയുടെ സംവിധായകൻ തന്നെ പറഞ്ഞത് ആ സിനിമ 2015 അന്നത്തെ തിയേറ്ററിൽ വന്നു. പക്ഷെ 30ഓളം തിയേറ്ററുകൾ പിന്മാറി എന്നതൊരു വസ്തുതയാണ്. 30ഓളം തിയേറ്ററുകൾ സ്വകാര്യ സ്ഥാപനങ്ങൾ, സർക്കാർ സ്ഥാപനങ്ങളാണോ? ആ സിനിമ ആരാണ് TP കൊന്നത് എന്ന ചോദ്യം അത് ഉയരുന്ന ഒരു കാലഘട്ടത്തിൽ തന്നെയാണല്ലോ. 2012 ഓട്ടോറിക്ഷ ഇടിച്ച് TP മരിച്ചതല്ലല്ലോ, TP വെട്ടിക്കൊന്നതാണ്. 51 വെട്ടിക്കൊന്ന പാർട്ടിയുടെ പേര് CPIM എന്നാണ്. അതിൽപ്പെട്ട ആളുകളാണ്. ആ സിനിമ റിലീസ് ചെയ്യുന്നതിന് നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ എന്തെങ്കിലും തടസ്സമുണ്ടോ? ചെയ്യാൻ ധൈര്യപ്പെടുമോ? അതായത് ആര് ധൈര്യപ്പെടുമോ എന്ന് സംവിധായകൻ ധൈര്യപ്പെടണമല്ലോ. സംവിധായകനാണല്ലോ, അല്ലെങ്കിൽ നിർമ്മാതാവും സംവിധായകനുമാണല്ലോ അതിനായി മുന്നോട്ടേക്ക് പോകേണ്ടത്. അയാൾക്കതിന് ധൈര്യമില്ല. ആ സിനിമ ബേസിക് കളക്ഷൻ പോലും നേടാതെ തിയേറ്ററിൽ പരാജയപ്പെട്ടു പോയൊരു സിനിമ ഇനി റിലീസ് ചെയ്യേണ്ട പ്രാധാന്യം എന്താ? ആ സിനിമ ഓടി റിലീസ് ചെയ്ത് പെട്ടി കയറിയ സിനിമയാണ്. ആ സിനിമ റിലീസ് ചെയ്യാൻ ഇവിടെ എന്താ തടസ്സം? ഇനി അങ്ങനെ ഒരാൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ആർക്കാ അതിന് ബുദ്ധിമുട്ട്? ആ സിനിമ മുഴുനീളെ കണ്ടു തീരാൻ ആർക്കെങ്കിലും ഇപ്പൊ ത്രാണി ഉണ്ടോ എന്ന് പോലും. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ആ സിനിമ വളരെ മോശമായ നമ്പർ 1. നമ്പർ 2, അത് താങ്കളുടെ പൊട്ടിപ്പോയ സിനിമയാണെന്ന്. സിനിമ തിയേറ്ററിൽ കയറിയിട്ട് സിനിമ കാണാൻ ആളില്ലാത്ത സിനിമ പൊട്ടിപ്പോയ സിനിമയാണ്. അതിന്റെ രാഷ്ട്രീയം നമുക്ക് ചർച്ച ചെയ്യാം, അത് വേറെ വിഷയം. ഇന്നിപ്പോൾ ഈ വിമർശനവുമായിട്ട് JSK സിനിമയ്ക്ക് വേണ്ടി വാദിക്കുന്ന B ഉണ്ണികൃഷ്ണന്റെയും എല്ലാ സിനിമയും. രണ്ടാമത്തെ കാര്യം ഈ B ഉണ്ണികൃഷ്ണന്റെ കാര്യത്തിൽ MB പത്മകുമാറുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞു. MB പത്മകുമാർ ഇങ്ങനൊരു പരാതി FFKക്ക് കൊടുത്തിട്ടുണ്ടോ? MB പത്മകുമാർ തൻ്റെ സിനിമയിൽ പേരുമാറ്റണമെന്ന് ആവശ്യപ്പെട്ട് വാട്സപ്പ് വഴി വന്ന ഭീഷണിയെക്കുറിച്ചാണ് പറഞ്ഞത്. ആ ഭീഷണി രേഖാമൂലമോ അല്ലാതെയോ FFKയിൽ പരാതി കൊടുത്തിട്ടുണ്ടോ? ഇല്ല. പരാതി കൊടുക്കാത്തൊരു കാര്യത്തിൽ B ഉണ്ണികൃഷ്ണൻ പ്രതികരിക്കണോ? വേണ്ട. വാക്കാലെങ്കിലും ഈ വിവരം അറിയിച്ചിട്ടുണ്ടോ? ഇല്ല. ഈ വിഷയം റിലീസിംഗിന് വന്നിട്ടുണ്ടോ? ഇല്ല. തെറ്റാണ്. ഇതേ MB പത്മകുമാർ തന്നെ സൗണ്ട് ബൈറ്റായി ഭീഷണി വന്നുവെന്നല്ല, ഞാൻ പലരെയും സമീപിച്ചു, ഇന്ന് നേതൃനിരയിലുള്ള പലരെയും സമീപിച്ചു, അവരാരും സഹായിച്ചില്ല എന്ന് MB പത്മകുമാർ പറയുന്നതാണ്. അയാൾ കള്ളം പറയുന്നതാണ് എന്ന് താങ്കളുടെ അഭിപ്രായമാണെങ്കിൽ. എന്നിട്ട് ആ സിനിമയിൽ നിർദ്ദേശിച്ചിരുന്ന എഡിറ്റിംഗ് അദ്ദേഹം സ്വയത്തിന് തയ്യാറായി ആ സിനിമയ്ക്ക് സെൻസറിംഗ് സർട്ടിഫിക്കറ്റ് കിട്ടി. ഇപ്പോൾ സിനിമ എന്താ നോക്കൂ. ഇപ്പോൾ ഈ സിനിമ റിലീസിംഗിന് നാളെ നിശ്ചയിച്ചതാണ്. 5 ഭാഷകളിൽ 21 രാജ്യങ്ങളിൽ റിലീസ് ചെയ്യേണ്ട സിനിമയാണ്. ആ സിനിമയ്ക്ക് അവസാന നിമിഷവും സെൻസർ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നില്ല. വൈ? എന്താ കാര്യം? നരേന്ദ്രമോദി ഭരിക്കുന്ന ഇന്ത്യയിൽ അത് നടക്കില്ലെങ്കിൽ എന്തുകൊണ്ട് നരേന്ദ്രമോദിയുടെ സർക്കാരിന് കീഴിലുള്ള നമ്മളുടെ സെൻസർ ബോർഡ്? ഒരു കാര്യം പറഞ്ഞോട്ടെ, സെൻസർ ബോർഡ് ഞാൻ മനസ്സിലാക്കുന്നത് അതൊരു ഓട്ടോണമസ് ബോഡിയാണ്, ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്ററുടെ കീഴിൽ വരുന്നത്. സർക്കാർ നേരിട്ട് നിയന്ത്രിക്കുന്നതല്ല. നിയന്ത്രിക്കപ്പെടുന്ന ആളുകൾ വരുന്ന അതിലാരാ നോമിനേറ്റ് ചെയ്യുന്നത്? സർക്കാർ അപ്പോയിന്റ് ചെയ്ത മാത്രമേ ഉള്ളൂ. ഈ സിനിമയിൽ ജാനകി എന്ന പേര് മാറ്റണം എന്നുള്ള ആവശ്യത്തോട് സുജയ അംഗീകരിക്കുന്നില്ലെന്ന് സുജയ തന്നെ പറഞ്ഞു.
പക്ഷെ എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ ഇവിടെ വിഷയത്തിൽ കോടതിയിലേക്ക് അല്ലല്ല ഇത് നരേന്ദ്രമോദിയിലേക്ക് എത്തിക്കാനായിട്ടുള്ള ഒരു നീക്കമാണെന്ന് വ്യക്തമായി മനസ്സിലായി. സ്വാഭാവികം നമ്മൾ പറയാം, നമ്മൾ എമ്പുരാൻ ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞതല്ലേ. ഈ സിനിമയ്ക്കെതിരെ ബി ഉണ്ണികൃഷ്ണനാണോ സിനിമയ്ക്കെതിരെ ഈ സിനിമയ്ക്ക് വേണ്ടി സംസാരിക്കുന്ന ബി ഉണ്ണികൃഷ്ണനെ പ്രതിസ്ഥാനത്ത് നിർത്തുകയും ആ സിനിമയുടെ സെൻസറിങ്ങിന് നിരോധിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ ബി കാരണം പറയാതെ ആ സിനിമയുടെ അണിയറ പ്രവർത്തകരെ ഇരുട്ടത്ത് നിർത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. അതവിടെ നിൽക്കട്ടെ, അതാണ് മറുപടി. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി പറയാം. നമ്മുടെ ബംഗാളിൽ ഇതിവിടെ നടക്കും, നടന്നേ തീരൂ. കാര്യം ഏറ്റവും ഒടുവിൽ നമ്മൾ കേട്ടൊരു വാർത്ത, നമ്മളൊക്കെ അത്ഭുതപ്പെട്ടു പോയൊരു വാർത്തയുണ്ട്. ബംഗാളിൽ വനംവകുപ്പ് 2 സിംഹങ്ങളെ വളർത്തിയ കഥ. ആ ബംഗാളിലെ സിംഹത്തിന് ഒരു സിംഹത്തിന്റെ പേര് സീത. ഇതാ ഒരു നീണ്ട കഥ, നീണ്ട 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 കഥ. ഇതാ പിടിച്ചോ. മറ്റൊരു സിംഹത്തിന്റെ പേര് അക്ബർ. VHP അവിടെ പോയി പറഞ്ഞു, ഈ 2 സിംഹത്തെ ഒരുമിച്ച് കൂട്ടിലിടരുത്. കാര്യം എന്താ? അക്ബർ ആൺസിംഹവും സീത പെൺസിംഹവും ആയതിനാൽ ഒരു കൂട്ടിലിടുന്നത് ഞങ്ങളുടെ മതപരമായ വികാരത്തെ വ്രണപ്പെടുത്തുമെന്ന് പറഞ്ഞ് കോടതിയിൽ പോയ കക്ഷിയുടെ പേര് VHP. VHPയുടെ കേസിൽ അനുകൂലമായിട്ട് മറുപടി പറഞ്ഞു ഹൈക്കോടതി. അതാണ് ഈ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സീതയെന്നും അക്ബറെന്നും നിങ്ങൾ എന്തിനു പേരിട്ടു? മതപരമായ വികാരം വ്രണപ്പെടില്ലേ? നമ്മുടെ നാട്ടിലേക്ക് വീട്ടിലെ പട്ടിക്കൊക്കെ എത്ര പേര് നമ്മൾ ടിപ്പു എന്ന് പറഞ്ഞിട്ടുണ്ട്. എത്ര സിനിമകളിൽ ടിപ്പു ടിപ്പുയിട്ട കുഴപ്പമില്ല. ഇവിടെ പേര് വന്നത് എന്താ? സീത എന്ന് പേര് വരുന്നു, അക്ബർ എന്ന് പേര് വരുന്നു. സിംഹത്തിന്റെ പേരാണ്, അതുകൊണ്ടത് മാറ്റണം എന്ന് പറഞ്ഞ നാടാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഒട്ടകത്തെ തൊട്ട് കളിക്കരുത്. അതെന്താ? ഒട്ടകം ഞങ്ങളുടെ ദേശീയ പക്ഷിയാണ്. പക്ഷിയാ? കേട്ടിട്ടില്ലേ ഒട്ടക പക്ഷി? നമ്മുടെ രാജ്യം എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ 2 മൃഗങ്ങൾക്ക് പേരിട്ടതിന്റെ പേരിൽ അസ്വസ്ഥമാവുന്ന മനുഷ്യരുള്ള നാടാണ്. മുഹമ്മദ് നിട്ട് നോക്കാം, അപ്പൊ തല വിട്ടു. അവിടെ അക്ബർ എന്ന് പേരിട്ടപ്പോ തന്നെ എന്താ മുഹമ്മദ് നിട്ട് നോക്കാം. കൈവെട്ടിയ ജോസഫ് മാഷി ഇപ്പൊ ഈ ചർച്ച കാണുന്നു. നോക്കൂ, ഞാനെന്ന് പറഞ്ഞു തിരിക്കട്ടെ. വളരെ ലളിതമായിട്ടല്ലേ നമ്മൾ പറയുന്നത്. ഇതൊക്കെ സുജയ്ക്ക് എങ്ങനെ പറയാൻ കഴിയുന്നതാണ് ഞാൻ അത്ഭുതപ്പെടുന്നത്. മുഹമ്മദ് എന്ന് പേരിട്ടാൽ ആർക്കാ ബുദ്ധിമുട്ട്? എത്ര സിനിമയിൽ മുഹമ്മദ് എന്ന കഥാപാത്രമുണ്ട്? വന്നിട്ടുണ്ടോ? മുഹമ്മദ് എന്ന് പേരിട്ട് ഏത് കഥാപാത്രത്തെ? എത്രയോ മുഹമ്മദ് ഉണ്ട്. അത് കൈവിട്ടി. അത് ഫണ്ടമെന്റലിസ്റ്റുകളാണ്. നീ എവിടെയെങ്കിലും ഒരു ക്രിമിനലിന്റെ പേര് ഇതാണെങ്കിൽ നമുക്ക് വാർത്ത വായിക്കാൻ ഒരു ക്രിമിനലിന്റെ പേര് സംഘപരിവാരങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് ക്രിസ്തുവിന്റെ 6ാം തിരുമുറിവൊക്കെ നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള യാഥാർത്ഥ്യമാണ്. കേരളത്തിന്റെ പിടിച്ചപ്പോൾ അതുകൊണ്ടാണ് ക്രിസ്തുവിന്റെ 6ാം തിരുമുറിവ് ആദ്യം നിങ്ങൾ ക്രിസ്തുവിന്റെ 6ാം തിരുമുറിവ് സാറേ. അല്ലല്ല, താങ്കൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ സെൻസർ ബോർഡിനോടുള്ളതാണ്. ഞാൻ സെൻസർ ബോർഡ് അംഗമല്ല. ആകുമ്പോൾ ഞാൻ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു. അല്ലല്ല, സ്വാഭാവികമായും ആ ചോദ്യങ്ങൾ സുജയെ ഡിഫെൻഡ് ചെയ്തതുകൊണ്ടാണ് ഞാൻ ഡിഫെൻഡ് ചെയ്തത്. എന്താണ്? ചില കാര്യങ്ങളിൽ മാത്രമുള്ള അല്ലല്ല, ചില കാര്യങ്ങളിലുള്ള താല്പര്യമാണ്. ചില കാര്യം ഞാൻ സെൻസർ ബോർഡിനെ ഇവിടെ ന്യായീകരിച്ചില്ല. അത് മലയാളം മനസ്സിലാവുന്നവർക്ക് മനസ്സിലായിട്ടുണ്ട്. താങ്കൾക്ക് മനസ്സിലാവാത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാം. ഞാൻ പോകുന്നു. ബൈ ബൈ.